സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് കൂടിയുണ്ട്. 51 കൗൺസിലർമാർ അംഗീകരിച്ച സ്ഥിതിക്ക് മേയറുടെ കാസ്റ്റിംഗ് വോട്ട് ഉൾപ്പെടെ പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ ഈ അവധി അപേക്ഷയെ അംഗീകരിച്ച സാഹചര്യത്തിൽ സുഗതനെ കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്നും 6 മാസത്തേക്ക് സുഗതനെ ഒഴിവാക്കിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് കൂടിയുണ്ട്. 51 കൗൺസിലർമാർ അംഗീകരിച്ച സ്ഥിതിക്ക് മേയറുടെ കാസ്റ്റിംഗ് വോട്ട് ഉൾപ്പെടെ പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ ഈ അവധി അപേക്ഷയെ അംഗീകരിച്ച സാഹചര്യത്തിൽ സുഗതനെ കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്നും 6 മാസത്തേക്ക് സുഗതനെ ഒഴിവാക്കിയിരിക്കുന്നു. ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ പറയാം അടുത്ത വിഷയം കൂടെ പറഞ്ഞിട്ട് പറയാം. സമയം തരാം. അതായത് ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ലീവ് അറിയിച്ചിട്ടുള്ളത് വാഴോട്ടുകോണം കൗൺസിലർ സുഗതൻ വിയ്യൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മുഖേന അദ്ദേഹത്തിന് ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ആക്ട് പ്രകാരം അദ്ദേഹത്തിന് 6 മാസത്തേക്ക് കൗൺസിലിൽ ഹാജരാകാൻ സാധിക്കില്ല എന്ന കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഹാജരാകാതിരിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം ഈ കൗൺസിൽ യോഗം അംഗീകരിക്കുകയാണ്. ദീപകിന് മൈക്ക് കൊടുക്കും. ആദ്യത്തെ നമ്മുടെ പുതിയ ഓഫീസിനെ സംബന്ധിച്ചുള്ള പ്രപ്പോസൽ സർ, ഇത് നമ്മുടെ അവധി അപേക്ഷയുടെ കാര്യങ്ങളിലേക്ക് വരാം. അല്ല, അവർ പറഞ്ഞല്ലോ അവധി അപേക്ഷ പറഞ്ഞല്ലോ. ഞാൻ അതിനകത്ത് എന്റെ അഭിപ്രായം ഞങ്ങളുടെ അത് ഞാൻ പറയാം. രണ്ടാമത് ഞാൻ അവധി അപേക്ഷയുടെ കാര്യങ്ങൾക്ക് അതിലോട്ട് വരാം. ശബരിനാഥന് മൈക്ക് കൊടുക്കും. ഇല്ല, ഇപ്പൊ ശബരിനാഥന് മൈക്ക് കൊടുക്കും. ഇത് പറയാൻ മൈക്ക് ശബരിനാഥന് മൈക്ക് കൊടുക്കൂ. ശബരിനാഥ് സംസാരിക്കണ്ടോ? ആ വിഷയം പറയട്ടെ. ഈ അവധി അപേക്ഷ അംഗീകരിക്കാൻ താല്പര്യമുള്ളവരല്ല. അവധി അപേക്ഷ അംഗീകരിക്കുന്നവർ കൈ ഉയർത്തണം. ആദ്യം പറഞ്ഞ ഓഫീസിന്റെ അവധി അപേക്ഷ അംഗീകരിക്കുന്നവർ കൈ ഉയർത്തണം. സുധീഷ്, പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് 1. ഏത് വകുപ്പ് പ്രകാരമാണ് കാസ്റ്റിംഗ് ഉൾപ്പെടെ മുനിസിപ്പാലിറ്റി വകുപ്പിലാണ് ദീപകിന്റെ ശബരിയുടെ മൈക്ക് ഓഫ് ചെയ്യൂ. പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ 50 ഒഴിവാക്കിയിരിക്കുന്നു. കൗൺസിലറുടെയും മാധ്യമപ്രവർത്തകരെയും ശ്രദ്ധിക്കാം. പറയാം. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് കൂടിയുണ്ട്. അതുകൂടി വായിച്ചേക്ക് പറയാം. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് നിങ്ങൾ കേൾക്കണം. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് കൂടിയുണ്ട്. 51 കൗൺസിലർമാർ അംഗീകരിച്ച സ്ഥിതിക്ക് മേയറുടെ കാസ്റ്റിംഗ് വോട്ട് ഉൾപ്പെടെ പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ ഈ അവധി അപേക്ഷയെ അംഗീകരിച്ച സാഹചര്യത്തിൽ സുഗതനെ കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്നും 6 മാസത്തേക്ക് സുഗതനെ ഒഴിവാക്കിയിരിക്കുന്നു. അടുത്ത കാര്യം, മാധ്യമപ്രവർത്തകരും കൗൺസിലർമാരും ശ്രദ്ധിക്കണം. സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് 20/7/2026 പുറപ്പെടുവിച്ച സർക്കുലർ വായിക്കുകയാണ്. സുഗതനെ ഞാൻ പറയാം. ശബരിനാഥൻ UDF സർക്കാരിന്റെ സർക്കുലർ കേൾക്കണം. ശബരിനാഥൻ, അങ്ങ് UDF നേതാവാണെങ്കിൽ അങ്ങയുടെ സർക്കാരിന്റെ സർക്കുലർ ഒന്ന് കേൾക്കണം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിൽ യോഗത്തിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വിയ്യൂർ ജയിൽ സൂപ്രണ്ടിന് സുഗതൻ കൊടുത്തിരുന്ന അപേക്ഷയിൽ സംസ്ഥാന സർക്കാരിലേക്ക് അയച്ചു. ആ അപേക്ഷയിൽ സംസ്ഥാന സർക്കാരിന്റെ മറുപടി സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിൽ യോഗങ്ങൾ പങ്കെടുക്കുന്നതിനായി എസ്കോർട്ട് പരോൾ അനുവദിക്കണമെന്ന താങ്കളുടെ കത്തിലെ ആവശ്യം സർക്കാർ നിരസിച്ചിരുന്നു. മേൽ സാഹചര്യത്തിൽ കോർപ്പറേഷൻ കൗൺസിൽ യോഗ നടപടിക്രമങ്ങളിലും മറ്റും താങ്കൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കില്ലെങ്കിലും താങ്കളുടെ കൗൺസിലർ സ്ഥാനത്തിന് അയോഗ്യത വരാതിരിക്കാൻ ജയിൽ സൂപ്രണ്ട് മുഖേന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിന് അപേക്ഷ സമർപ്പിക്കാൻ താങ്കൾക്ക് അനുവാദമുണ്ടായിരിക്കുന്നതാണ്. മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച്
കോർപ്പറേഷൻ കൗൺസിൽ ഈ അവധി അപേക്ഷ വോട്ടിനിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ താങ്കളുടെ കൗൺസിൽ സ്ഥാനം സുരക്ഷിതമായിരിക്കുമെന്ന് അറിയിക്കുന്നു. ഇത് സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് 2026 7-ാം മാസം 2-ാം തീയതി പുറപ്പെടുവിച്ച സർക്കുലറാണ്. സുഗതനെ ഹാജരാവാതിരിക്കാൻ വേണ്ടി അപേക്ഷ സമർപ്പിക്കാമെന്ന് ശബരിനാഥ UDF സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറാണ്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. തൃശൂർ ജയിൽ സൂപ്രണ്ട് മുഖാന്തരമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ കൗൺസിൽ യോഗം കഴിയുമ്പോഴേക്കും മാധ്യമങ്ങൾക്ക് ഇതിന്റെ കോപ്പി തരുന്നതാണ്. കൗൺസിൽ യോഗം അടുത്ത അജണ്ടയിലേക്ക് കടക്കുകയാണ്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അജണ്ട നമ്പർ 17 മുതൽ ഡെപ്യൂട്ടി മേയർ. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയ 17 മുതൽ 46 വരെയുള്ള അജണ്ടകളും 113, 131 വരെയുള്ള അജണ്ടകളും അതുപോലെ സപ്ലിമെന്ററിയുള്ള 1 മുതൽ 12 വരെയുള്ള അജണ്ടകളും കൗൺസിൽ മുമ്പാകെ. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ടയിൽ ആർക്കെങ്കിലും അഭിപ്രായം പറയാനോ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള സമയമാണ്. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ സമർപ്പിക്കാം. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ടയിൽ എന്തെങ്കിലും വിഷയം അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താം. അടുത്ത വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കരമന അജിത്ത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി കരമന അജിത്ത്. അജണ്ട 47 വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ട പാസ്സാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാ അജണ്ടയും പാസ്സായി പ്രഖ്യാപിച്ചിരിക്കുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാ അജണ്ടകളും പാസ്സായി പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സത്യവതി പറയൂ. ബഹുമാനപ്പെട്ട മേയർ, നമ്മുടെ 48, 55, 57, 70 മുതൽ 74 വരെയും 76 മുതൽ 79 വരെയും 82 മുതൽ 84 വരെയും 88 മുതൽ 86 മുതൽ 88 വരെയും 91 മുതൽ 94 വരെയും 99 മുതൽ 107 വരെയും 114 മുതൽ 121 വരെയും സപ്ലിമെന്റിലെ 1-ാമത്തെ അജണ്ടയും 56-ാമത്തെ അജണ്ടയും 68-ാമത്തെ അജണ്ടയും 90 മുതൽ 99 വരെ അജണ്ടയും 96 മുതൽ 108 വരെ അജണ്ടയും കൗൺസിൽ മുന്നാകെ. എല്ലാം കഴിഞ്ഞല്ലോ. ശരി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഏതെങ്കിലും അജണ്ടയിൽ ചർച്ചയിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ ആർക്കെങ്കിലും? അപ്പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാ അജണ്ടയും പാസ്സായിരിക്കുന്നു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MR ദേവൻ. സർ, 41 മുതൽ 48 വരെയും 122 മുതൽ 125 വരെയും 1 മുതൽ 47 വരെയുമുള്ള അജണ്ട കൗൺസിൽ അംഗങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കണമെന്ന് സഭയും താല്പര്യപ്പെടുന്നു. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പറയാം. 2 അജണ്ട മാറ്റി വയ്ക്കുകയാണ്. മെയിൻ അജണ്ടയിൽ 167 അജണ്ട നമ്പർ 100. സപ്ലിമെന്ററി അജണ്ടയിൽ അജണ്ട നമ്പർ 41 മാറ്റിവെക്കുകയാണ്. അതോടൊപ്പം തന്നെ അജണ്ട നമ്പർ 45 അതിനകത്ത് മേയർ പറഞ്ഞ 167 മാറ്റിവെച്ചുകൊണ്ട് അതുപോലെ തന്നെ സപ്ലിമെന്ററി അജണ്ടയിൽ പേജ് നമ്പർ 43 മുതൽ 68 വരെ 1 മുതൽ 57 വരെ ഉള്ളതിൽ 41, 43, 52 മാറ്റിവെച്ചുകൊണ്ട് കൗൺസിൽ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. മാറ്റിവെച്ച അജണ്ടകളൊഴികെ
മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ എല്ലാ അജണ്ടകളും പാസ്സായിരിക്കുകയാണ്. ടൗൺ പ്ലാനിംഗ് ചെയർമാൻ ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ട വായിക്കൂ. സർ, നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സപ്ലിമെന്ററി അജണ്ടകളില്ല. മെയിൻ അജണ്ടയിൽ നമ്പർ 192 മുതൽ 199 വരെ അംഗീകാരത്തിനായി കൗൺസിൽ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ടൗൺ പ്ലാനിംഗിൽ ആർക്കെങ്കിലും ചർച്ചയിൽ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും നിർദ്ദേശങ്ങൾ? ഒന്നുമില്ല. ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാ അജണ്ടയും പാസ്സായിരിക്കുന്നു. നികുതി അപ്പീൽകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സിന്ധു ശശി, എന്തെങ്കിലും ഇല്ല? ഒന്നും. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ചെമ്പഴന്തി ഉദയൻ, ഇല്ല. അജണ്ട നമ്പർ 2 വാർഡ് കമ്മിറ്റിക്ക് അംഗീകാരം കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അജണ്ട നമ്പർ 2 വാർഡ് കമ്മിറ്റിക്ക് അംഗീകാരം കൊടുക്കാനുള്ള അജണ്ട പാസ്സായിരിക്കുകയാണ്. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ട നേരത്തെ അവതരിപ്പിച്ചു, പാസ്സായിരിക്കുകയാണ്. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നമ്പറുകൾ വായിച്ച് ഒഴിവാക്കിയ അജണ്ട ഒഴികെ ബാക്കി എല്ലാ അജണ്ടകളും പാസ്സായിരിക്കുകയാണ്. പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ട അനുസരിച്ച് ഒരു കാര്യം കൂടി പറയാം. പ്രതിപക്ഷ അംഗങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം അതെങ്കിലും കേൾക്കൂ. നിങ്ങൾ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ ആവശ്യപ്പെട്ട കാര്യത്തിന് മറുപടി പറഞ്ഞോട്ടെ. നിങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ട മറുപടി പറഞ്ഞോട്ടെ. സംസ്ഥാന സർക്കാരിന് വാഴോട്ടുകോണം വാർഡ് കൗൺസിൽ സമർപ്പിച്ചിരുന്ന അപേക്ഷയിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെ വാഴോട്ടുകോണം കൗൺസിലർക്ക് കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള അപേക്ഷ സമർപ്പിക്കാമെന്ന് ആഭ്യന്തര വകുപ്പ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലറിന്റെ വെളിച്ചത്തിലും അതുപോലെ തന്നെ പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ സുഗതന്റെ അപേക്ഷയെ പിന്തുണച്ചു. 51 പേർ പിന്തുണച്ച സാഹചര്യത്തിലും അദ്ദേഹത്തിന്റെ അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു. കൗൺസിൽ യോഗം അവസാനിപ്പിച്ചിരിക്കുന്നു. സഹകരിച്ച എല്ലാവർക്കും 1000 നന്ദി.